എൻ്റെ പേര് ജെറിൻ. ഞാൻ തിരുവനന്തപുരത്ത് സെക്കൻഡ് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ നഴ്സിംഗ് ക്ലാസ് തുടങ്ങി ഹാഫ് മന്ത് ആയപ്പോൾ എനിക്ക് ഡെങ്കു വന്നു. അതിനുശേഷം ചെക്ക് ചെയ്തപ്പോഴെല്ലാം എനിക്ക് യൂറിനിൽ RBC പോസിറ്റീവ് ആയിരുന്നു. പിന്നെ ഡെങ്കു വന്നതിന് ശേഷം 10 ദിവസത്തെ കൂടുമ്പോൾ എനിക്ക് പനിയും ചുമയും എല്ലാം വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ജൂൺ ജൂലൈ മാസം ആയപ്പോഴത്തേനും എനിക്ക് ന്യൂമോണിയയായി. ന്യൂമോണിയയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡിസ്ചാർജ് ആവുന്നതിൻ്റെ അന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് വീണ്ടും RBC യൂറിന് പോസിറ്റീവ് ആണെന്ന് അറിയുന്നത്. അങ്ങനെ കുറേ ചെക്കൊക്കെ ചെയ്തു. ആദ്യം RBC പോസിറ്റീവ് ആയിരുന്നത് കൊണ്ട് കിഡ്നിക്കാണ് ചെക്ക് ചെയ്തത്. കിഡ്നി സ്റ്റോൺ നോക്കി, സ്റ്റോൺ ഇല്ലായിരുന്നു. അങ്ങനെ കുറേ ചെക്ക് ചെയ്തതിന് ശേഷം എന്നെ റെഫർ ചെയ്ത് ഞാൻ പഠിക്കുന്ന ഹോസ്പിറ്റലിലോട്ട് തന്നെ വിട്ടു, അനന്തപുരി ഹോസ്പിറ്റലിലോട്ട്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സീനിയർ നെഫ്രോളജിസ്റ്റ് പറഞ്ഞു കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പിന്നെ എന്തെങ്കിലും ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ റീനൽ ബയോപ്സി അവർ സജസ്റ്റ് ചെയ്തിരുന്നു. ബയോപ്സിക്ക് മുന്നേ ഞങ്ങൾ ഇവിടെ വന്ന് ബയോപ്സിക്ക് മുന്നെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ എനിക്ക് തൈലം തന്നു. ഞാനത് കിഡ്നിയുടെ ഭാഗത്ത് എന്നും പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ബയോപ്സിക്ക് വേണ്ടി അഡ്മിറ്റ് ആയത്. ബയോപ്സിക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപവും ഉടമ്പടി എണ്ണയും തൈലവും എല്ലാം ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ കയറി. ബയോപ്സി കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞാണ് റിസൾട്ട് വരുന്നത്. ഇതിനിടയിലെല്ലാം ഞാനും എൻ്റെ വീട്ടുകാരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രത്യക്ഷകരം പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 30ാമത്തെ ദിവസം റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ബയോപ്സിയുടെ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സോ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിലാണ് അത് നെഗറ്റീവായിട്ട് കാണിച്ചിരുന്നത്. ഇപ്പോഴും എനിക്ക് യൂറിൻ RBC പോസിറ്റീവാണ്. എൻ്റെ ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടില്ല ഇതുവരെ. എങ്കിലും 160 കാണിച്ചുകൊണ്ടിരുന്ന RBC റിസൾട്ട് എനിക്കിപ്പോൾ 76 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്.